ദൈവിക പരമാധികാരവും നിയന്ത്രണവും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന സത്യങ്ങളിൽ ഒന്നാണ് ദൈവം സകലത്തിൻ്റെയും പരമാധികാരിയും സകലവും നിയന്ത്രിക്കുന്നവനുമാണ് എന്നുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കാര്യങ്ങളും ദൈവഹിതപ്രകാരമാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും ദൈവിക കരമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് മറ്റുള്ള ഭയത്തിൽ നിന്നും ആശങ്കകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു എന്ന് സങ്കീർത്തനം 103:19 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൽ അനേക പദ്ധതികളുണ്ട്, എന്നാൽ യഹോവയുടെ ഉദ്ദേശങ്ങൾ മാത്രം നിലനിൽക്കുന്നുവെന്ന് സദൃശ്യവാക്യം 19:21 നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിലെ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയെ അത് നിവൃത്തിയാകും. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ ആർക്കും തടസ്സപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 42 നിനക്ക് സകലത് കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ നന്മയുണ്ടാക്കുന്നു, തിന്മയും സൃഷ്ടിക്കുന്നു. യഹോവയായി ഞാൻ ഇതൊക്കെയും ചെയ്യുന്നുവെന്ന് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 45 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, അതിനെ മനുഷ്യർക്ക് ചോദ്യം ചെയ്യുവാൻ കഴിയില്ല എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അവൻ്റെ നിയന്ത്രണത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയും. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നുവെന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ദാനിയേലിന്റെ പുസ്തകം 4:35 വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ ഈ പരമാധികാരം അവൻ്റെ സ്നേഹത്തിലും ജ്ഞാനത്തിലും ഉള്ള നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. മറക്കരുത്, ദൈവം നമ്മുടെ സൃഷ്ടിതാവും നാം അവൻ്റെ സൃഷ്ടിയും മാത്രമാണ്. ഗോഡ് ബ്ലെസ് യു.